ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ UAE-യിലെ ഫുജാരയിൽ നിന്നുള്ള പ്രത്യേക വിമാനം കൊച്ചിയിലെത്തി. 3 ദിവസം നീണ്ട ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിലാണ് സ്പൈസ് ജെറ്റ് വിമാനം ഫുജാരയിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തിയത്. UAE-യിൽ ആകാശത്ത് ഡ്രോണുകൾ എത്തുന്നതും നിർവീര്യമാക്കുന്നതും കണ്ടപ്പോൾ ആശങ്ക തോന്നിയെന്നാണ് പ്രവാസി മലയാളികളുടെ പ്രതികരണം. രാത്രിയിൽ വലിയ ശബ്ദം കേൾക്കാമായിരുന്നുവെന്നും പ്രവാസികൾ പറഞ്ഞു. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലായിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. ഫുജൈറയിൽ നിന്ന് UAE-യിലെ ഫുജൈറയിൽ നിന്നുള്ള വിമാനം ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു. സ്പേസ് ജെറ്റിന് വിമാനങ്ങൾ 4 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് ചാർട്ട് ചെയ്തിരുന്നത്. അതിൽ ഒന്ന് കൊച്ചിയിലേക്കാണ്, 2 മുംബൈയിലേക്കും 1 ദില്ലിയിലേക്കുമാണ് നിശ്ചയിച്ചിരുന്നത്. അതിൽ കൊച്ചി വിമാനത്താവളത്തിൽ സ്പേസ് ജെറ്റിൻ്റെ വിമാനം ഫുജൈറയിൽ നിന്നെത്തുന്ന ദൃശ്യങ്ങളാണ്. ഫുജൈറയിൽ 3-4 ദിവസമായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുക അങ്ങനെ അതൊക്കെ ഉണ്ട് ശബ്ദം കേൾക്കലൊക്കെ ഉണ്ട്. ശബ്ദം കേൾക്കാന്ന് പറഞ്ഞാൽ മുള്ളുകൂടി ഒരു സാധനം അവിടെ വെച്ചിട്ട് ഒരു പൊട്ടിച്ച് ഒഴിവാക്കുന്ന ഒരു ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ട്? കാണുന്നുണ്ട്. ആ സമയത്ത് ഒരു പേടി എന്തെങ്കിലും ഉണ്ട്? അതെ, സംഭവം ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഗവൺമെന്റ് സപ്പോർട്ട് നമുക്ക് അത്രമാത്രം അവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റിലൊരു വിശ്വാസം ഉണ്ട്. അതാണ് വരുന്നത്. ഞാനിപ്പോ പോയി എനിക്ക് എല്ലാ സപ്പോർട്ടും ഗവൺമെന്റാണ് അവിടെ തന്നത്. അതെ. അല്ല, ഞാനിപ്പോൾ ജോബ് നിർത്തിയിട്ട് വരാനുള്ള പ്ലാനായിരുന്നു. അവിടെ ജോബ് ക്യാൻസൽ ചെയ്ത് അപ്പാർട്ട്മെൻ്റൊക്കെ ക്യാൻസൽ ചെയ്ത് വരാനിരിക്കുമ്പോഴേ ഈ സംഭവം ഉണ്ട്. ചെറിയൊരു പാനിക് ഉണ്ടോ? ആളുകൾ പാനിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 2 ദിറംസിൻ്റെ ഉള്ളി 14 ദിറംസായി. തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കിട്ടാനില്ല. ഈ വാട്ടർ മെലണൊക്കെ ഈ നോമ്പ് തുറ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ആകെ 2 ദിറംസ് ഉണ്ടായിരുന്നു. ആളുകൾ കാര്യമായി പർച്ചേസ് ചെയ്യുന്നതാണ് പാനിക് പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഷോർട്ടേജ് ഉണ്ട്. ഗവൺമെൻറ് ഷോർട്ടേജ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഷോർട്ടേജ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ്. എല്ലാവരും ആശ്വാസത്തിലാണ് ഒരു പരിധിവരെ. ഫുജൈറയിൽ നിന്നുള്ള വിമാനമാണ്, സ്പേസ് ജെറ്റിൻ്റെ വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി യാത്രക്കാർ, കുടുങ്ങിക്കിടന്നവർ, ദിവസങ്ങളായി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തേണ്ട യാത്രക്കാരൊക്കെ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ്, ആശ്വാസത്തിൻ്റെ കാഴ്ചകളാണ്, സ്വന്തം നാട്ടിലേക്ക് വരുന്ന കാഴ്ചകളാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടും, റിപ്പോർട്ടർ കൊച്ചി.